ഹലോ, അതുട്ടും പതിവുപോലെ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറയിപ്പിച്ചൊക്കെ നോക്കി. അങ്ങനെ ലഞ്ച് ബോക്സും ബാഗും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ അതുകൊണ്ട് ചെറിയൊരു മൂകതയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. വണ്ടി കയറുമ്പോഴത്തേനും ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ചെറിയ ടാറ്റയൊക്കെ തന്നിങ്ങനെ പോവും. എന്നാലും എനിക്കൊരു വിഷമമാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേനും എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചായിരിക്കും. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ ആൾ ഓക്കെ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഭയങ്കര ഓട്ടവും ചാട്ടവും ബഹളമൊക്കെയാണ്. അങ്ങനെ ഞാൻ ആദൂട്ടിന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വീടിനകത്തോട്ട് പോയി. അവിടെ ചെന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആദൂട്ടിന് വെനസ്ഡേ ബനാന ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരപ്പും കുറുപ്പും എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോഴത്തേനും ആദൂട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അതൊക്കെ ചെയ്തു വെച്ചു. അങ്ങനെ എല്ലാം എഴുതിയൊക്കെ വെച്ചു. ആദൂട്ടിന് വന്ന് ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മുടെ ആദൂട്ട സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ആദൂട്ടം വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. പിന്നെയാണ് കുളിക്കലും നനയ്ക്കലും ഒക്കെ. അതൊക്കെ കഴിഞ്ഞതേ അതുകൊണ്ട് ഞാനൊന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തു, ഫ്രഷാക്കി. അതുകൊണ്ട് ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കേണ്ട സമയമായി. അങ്ങനെ അതൊക്കെ എടുത്തു. അങ്ങനെ ബനാന വെച്ച് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്യും ഏത്തക്കയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വരട്ടി പഞ്ചസാരയൊക്കെ ഇട്ടൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നതാണ്. അവൾ പണ്ട് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കുമായിരുന്നു. അന്ന് ഞാനൊന്ന് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. അവളാണ് ഇത് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഈ ഏത്തക്ക പരിപാടിയൊന്നും അധികം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അതേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു ഇത്. തേങ്ങയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് നെയ്ക്കകത്ത് ഇങ്ങനെ വരട്ടിയെടുക്കണം. അപ്പോൾ ആ നെയ്യുടെ മണവും കുറച്ച് ഏലക്കയും കൂടെ ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോഴത്തേനും ഞാനും അതൊട്ടും ഞങ്ങളുടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഹോംവർക്ക് എഴുതുന്നൊരു ഭയങ്കര യുദ്ധമാണ്. അതുകൊണ്ടിൽ കൂടിരുന്നാലേ അതുകൊണ്ടിന് ഓരോന്നോരോന്നായിട്ട് എഴുതത്തുള്ളൂ. ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ ഒരെണ്ണം എഴുതി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പുറകെ പോകും. മലയാളത്തിൽ ഇപ്പോൾ ദായാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കൊടുപ്പാണ്. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നേരത്തെ കയറ്റി കിടത്തും.